Hi all, this is Mr. Cock. ഹലോ നമസ്കാരം. അശ്വന്ത് കോക്ക്. അശ്വന്ത് കോക്ക് പൈസ വാങ്ങും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൂപ്പര് പൈസ വാങ്ങിയിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വ്യക്തിയാണെന്ന്? പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ അശ്വന്ത് കോക്ക് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇവരൊക്കെ പൈസ വാങ്ങിയിട്ടാണ് റിവ്യൂ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ കാര്യമായിട്ട് കുത്തിയിരുന്നിട്ട് പറയുമ്പോൾ അതൊക്കെ വളരെ 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 സീരിയസ് ആയിട്ടുള്ള ആലിഗേഷൻസ് ആണ്. അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ആലിഗേഷൻസ് ഒക്കെ ഒരാളുടെ നേർക്ക് വെക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മാത്രം വല്ല പ്രയോജനമുണ്ടോ? ഞാൻ അതാണ് ചോദിക്കുന്നത്. വല്ല പ്രയോജനമുണ്ടോ? പ്രൂഫ് വെക്കണ്ടേ? പ്രൂഫ് വെക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റെലവൻസ് ഉണ്ടാവും. മാത്രമല്ല, പ്രൂഫ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രൂഫ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഈ പൈസ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ റെലവൻസ് പോവില്ലേ? അതോടുകൂടിയിട്ട് അവരുടെ കാര്യം അധോഗതിയായില്ലേ? ഇവിടെ പ്രൂഫും ഇല്ല, ഒരു മാങ്ങാ തൊലിയില്ല. വെറുതെ ഇരുന്നിട്ട് പൈസ 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 1.5 ലക്ഷം 1 ലക്ഷം ചോദിച്ചു വാങ്ങി, അങ്ങനെ ഇങ്ങനെ ഒരു നെറേറ്റീവ് ആളുകളുടെ ഇടയ്ക്ക് കൊടുക്കാന്നല്ലാതെ നോ യൂസ്. ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇന്നലെ തുടങ്ങിയതാണോ? സിനിമയെ തകർക്കാൻ നോക്കണു, മനഃപൂർവം ടാർഗറ്റ് ചെയ്യുന്നു. ഹേഷ്, അംഗം അട്ടഹാസം. ഞാൻ പടം കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പടം കണ്ടവരുണ്ട്, അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പറ്റിയില്ല, അയാളുടെ രീതിയിൽ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ, അയാളുടെ രീതികളോട് താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ, ആക്ഷേപമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തോ ആയിക്കോട്ടെ, എതിർപ്പ് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാം, ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനിയിപ്പോ നിയമപരമായിട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും പോവാം, അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അതല്ലാതെ ഈ എന്തർത്ഥത്തിന്റെ പുറത്താണ് ഈ പൈസ വാങ്ങി എന്നുള്ള സംഭവം പറയുന്നത്? ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞു, ഇത് പൈസ വാങ്ങി ഇങ്ങനെ ആക്കി ഇത് പറഞ്ഞു. ഇനി അടുത്തൊരു പടം ഇറങ്ങുകയാണെന്ന് ഇരിക്കട്ടെ, അത് നന്നാവട്ടെ, ഗംഭീരാവട്ടെ, എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു. പക്ഷേ ഇത് അഥവാ അടുത്ത പടം വരുന്ന സമയത്തും നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ്, മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ അത് ആളുകൾ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും തകർക്കാൻ നോക്കി, ടാർഗറ്റ് ചെയ്തു, പൈസ വാങ്ങി ചെയ്തതാണെന്നുള്ള രീതിയിൽ പറയൂ. എത്ര നാള് ആളുകളെ ഇങ്ങനെ പറഞ്ഞ് ഈ രീതിയിൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത്. നോ ഹേറ്റ് പറയുന്നതല്ല, ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒന്നാമത് ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറി, പഴയ കാലമൊന്നുമല്ല, ഒരുപാട് മാറി. ഒരുപാട് ഡെവലപ്മെന്റ്സ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും എന്ത് മാങ്ങാത്തൊലിയാണെന്നുണ്ടെങ്കിലും ആൾക്കാര് വീഡിയോയിലൂടെയും കമന്റിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ട്വീറ്റിലൂടെയും ഒക്കെ അഭിപ്രായങ്ങൾ പറയും. അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, പല ആൾക്കാരും പല തരത്തിലായിരിക്കും അത് പറയുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിയമപരമായിട്ട് പോവാം. പക്ഷെ ഇതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടിക്കലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? കാരണം നിയമപരമായിട്ട് ഇത് ബാൻഡ് അല്ല. ഈ റിവ്യൂസ് പറയുക എന്ന് പറയുന്ന ഒരു പരിപാടി ബാൻഡ് അല്ല. അത് ബാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ ഇത് ചെയ്യും. ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, അങ്ങനെ തടങ്കലിൽ ഇടാനൊന്നും ആക്ച്വലി പറ്റത്തില്ല. ഇഫ് നിയമപരമായിട്ട് പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ആരും ചെയ്യാൻ പോകുന്നില്ല. നിയമപരമായിട്ട് ഓക്കെ ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ഈ സിനിമാക്കാർക്കും അധികാരമുണ്ട്. ഈവൻ ദേ ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു എന്താ പറയാ അഭിപ്രായം പറയാൻ. അവർക്കും ഈ റിവ്യൂവേഴ്സിനെതിരെ പറയാം, വിയോജിപ്പുകൾ പറയാം, പോയിന്റ്സ് അക്കമിട്ട് നിരത്തി പറയാം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവരോട് വിയോജിപ്പ് തോന്നിയത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കേസും കൊടുക്കാം. പക്ഷെ ഇതില് നിങ്ങളൊരു നുണ പറയുമ്പോഴേ, അതായത് ഈ പൈസ വാങ്ങി എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു നുണ പറയുമ്പോൾ, ഒരു ഉറപ്പില്ലാത്ത കാര്യം, അല്ലെങ്കിൽ ഒരു കൃത്യത ഇല്ലാത്ത കാര്യം, അല്ലെങ്കിൽ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തൊരു കാര്യം ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഒരാൾക്ക് നേർക്ക് അങ്ങനെ ഒരു അലിഗേഷൻ വെക്കുമ്പോൾ നിങ്ങളുടെ എന്താ പറയാ സത്യസന്ധതയെ തന്നെയാണ് ബാധിക്കുക. നിങ്ങളുടെ അടുത്ത സിനിമകളെ ആയിരിക്കും ചിലപ്പോൾ ബാധിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെ ആ രീതിയിലായിരിക്കും നോക്കിക്കാണുക. സത്യസന്ധമായിട്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സത്യസന്ധമായിട്ട്, അതിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ,
എന്താ പറയുക സിനിമാക്കാരായിക്കോട്ടെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ജെനുവിനായിട്ടുള്ള റിവ്യൂ, സത്യസന്ധമായിട്ടുള്ള റിവ്യൂ എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളെല്ലാവരും മലയാളികളാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണ്. മലയാളി പൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്, 100% ലിറ്ററസി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും കൂടി വേണം. സിനിമയായിക്കോട്ടെ ആർട്ടാണ്, അതേപോലെ തന്നെ ആഹാരം, അല്ലെങ്കിൽ പല പല കാര്യങ്ങളുണ്ട്. മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയൊന്നുമല്ല, പലതരത്തിലാണ് ഓരോ കാര്യങ്ങളെ കാണുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ഓരോ മൂഡിലായിരിക്കും ഓരോ സാഹചര്യത്തിലും ആളുകൾ ഇരിക്കുന്നത്. ഇതിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരാൾ ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്. അത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അതിന് എതിരഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ ആ എതിരഭിപ്രായം പറയാം, അതിനുള്ള കുഴപ്പമൊന്നുമില്ല, അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ഇപ്പുറത്ത് പറഞ്ഞ ആള് നുണയാണ് പറയുന്നത്, സത്യസന്ധത ഇല്ലാത്ത അഭിപ്രായമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് എന്ത് കോമൺ സെൻസ് ഇല്ലാത്ത വർത്തമാനാണ്. അതെനിക്ക് ഇവിടെ നിന്നുള്ള ഓഡിയൻസിന്റെ ഭാഗത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു ഇത് കാണുന്നുണ്ട്. അതായത് ഇപ്പോ ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ആൾക്കാർ, ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നോട് വീണ്ടും പറയുകയാണ്, ചിലര് റിവ്യൂസിന്റെ ഒക്കെ താഴെയും ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ആയിട്ട് ഇടാറുണ്ട്. ചില സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവര് അത് പറഞ്ഞു, ഇതിലിത് പറഞ്ഞു, മിക്സ് വരുന്നു, നെഗറ്റീവ് വരുന്നു, പോസിറ്റീവ് വരുന്നു, സത്യത്തിൽ എന്താണ് അവസ്ഥ, സത്യത്തിൽ സത്യസന്ധമായ അഭിപ്രായം ആരെങ്കിലും പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇടണത് ഞാൻ കാണാറുണ്ട്. എനിക്ക് അതിന്റെ ലോജിക്ക് അറിയില്ല. ഈ അഭിപ്രായത്തിൽ എന്ത് സത്യം നുണയും? അഭിപ്രായത്തിൽ എന്താണ് സത്യം നുണയുള്ളത്? ഒരു സിനിമ കണ്ടിട്ട് വന്നിട്ട് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിൽ എന്ത് സത്യവും നുണയും? പലതരത്തിലുള്ള ആളുകൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരില്ലേ? ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വരും. അതില് ഇഷ്ടപ്പെട്ടവൻ നുണ, ഇപ്പുറത്തുള്ള സത്യം, ഇപ്പുറത്തുള്ള സത്യം, ഇപ്പുറത്തുള്ള നുണ എന്നുള്ളത് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? വ്യക്തിപരമല്ലേ, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളല്ലേ അത്. ഇതെനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ അടക്കമുള്ള ആൾക്കാർ ഒപ്പീനിയൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണണം, റിവ്യൂസ് കണ്ടോളൂ, നിങ്ങൾ വിലയിരുത്തിക്കോളൂ, ഒരു വിരോധമില്ല. പക്ഷെ നിങ്ങൾ അതൊരു ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം 100% ആക്കുമ്പോൾ, 100% റിവ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോ നിങ്ങളുടെ മൂഡും ടേസ്റ്റും നിങ്ങളുടെ ചില സാഹചര്യങ്ങളും ചിന്തയും അപ്രോച്ചും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന പടമായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പടമായിരിക്കാം. നിങ്ങൾ റിവ്യൂസ് കേട്ടിട്ട് പോയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കാം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് പ്രാക്ടിക്കലായിട്ട് പറയുന്നത്. ഇത് ഞാൻ പറയുന്ന സമയത്ത് എന്റെ മെക്കിട്ട് ചവിട്ടി കയറിയിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ജെനുവിൻലി പറയുന്നതാണ്. എനിക്ക് ഈ അഭിനയിച്ച് പറയാനോ സ്ക്രിപ്റ്റ് എഴുതി പറയാനോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ ജെനുവിൻലി തോന്നിയ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് സിനിമാക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു വലിയ സിനിമ എടുക്കുന്നു, അത് പബ്ലിക്കിലേക്ക് ഇടുന്നു. ഈ സിനിമാക്കാർക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ പടം എടുക്കുന്നത്. യെസ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആർട്ട് മാത്രമല്ല, അത് ബിസിനസ്സും കൂടിയാണ് സിനിമാക്കാർക്ക്. അപ്പോൾ ആളുകളുടെ മുമ്പിലേക്ക് ഇത് കാണാൻ വേണ്ടി ഇറക്കുന്നു. അപ്പൊ അയാൾ കണ്ടാൽ മതി, ഇയാൾ കണ്ടാൽ മതി, കുറച്ച് പേര് കണ്ടാൽ മതി, ആ കാറ്റഗറി ഓഫ് ആൾക്കാർ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടല്ലോ പടം ഇറക്കുന്നത്. എല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ടാണല്ലോ പടം ഇറക്കണത്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ പല സ്ഥലത്തു നിന്ന് വരുന്ന, പല സ്വഭാവമുള്ള, പല തരത്തിലുള്ള, പല ചിന്തയിലുള്ള, പല തരത്തിലുള്ള വ്യത്യസ്തമായ മനുഷ്യന്മാർ തിയേറ്ററിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോകും. അത് പല ആൾക്കാർ പല തരത്തിൽ അതിനെ അഭിപ്രായങ്ങൾ പറയും. അപ്പോ അത്തരത്തിലുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഒരു സിനിമ വലിയ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് പല ആൾക്കാർ പോയി കാണും, പല ആൾക്കാർ പലതരത്തിലുള്ള അഭിപ്രായവും പല രീതിയിലൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പണ്ട് പുസ്തകത്തിലൂടെയും വാരികയിലൂടെയും എന്താ പറയുക എഴുത്തിലൂടെയൊക്കെയാണ് ഈ അഭിപ്രായങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയായി. അജു വർഗീസിനെയൊക്കെ ആ കാര്യത്തിൽ എനിക്ക് നല്ല റെസ്പെക്ട് ഉണ്ട്. കാരണം ഈ അഭിപ്രായത്തിന് അയാൾ ആ രീതിയിൽ എടുക്കുന്നുണ്ട്. പല ഇന്റർവ്യൂസിലും പുള്ളി അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഒന്നാമത് പ്രാക്ടിക്കലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഇതിങ്ങനെയൊക്കെയാണ്. ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പടം ഓടിക്കോളും, ഇല്ലെങ്കിൽ തറയെ തട്ടും എന്നുള്ളൊരു കാര്യം അത് അയാൾക്ക് മനസ്സിലായി. അയാളത് പറഞ്ഞു, അതൊരു റിയാലിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ അശ്വൻ ബ്ലോക്ക് ആയിക്കോട്ടെ, ഏത് മാങ്ങാത്തൊലിയനോ ആയിക്കോട്ടെ, ഇവരൊന്നും പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ബേസിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, മറ്റേ അതിരടി എന്ന് പറയുന്ന സിനിമ, ലാസ്റ്റ് വന്ന സിനിമയുടെ കാര്യം ഞാൻ പറയണം. അതിരടി എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്.
കോക്കിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. വേറെ ചിലർക്ക് റിവ്യൂ പറയുന്ന പലർക്കും ഇഷ്ടപ്പെട്ടില്ല. വ്യത്യസ്തമായ അഭിപ്രായമാണ്. പറഞ്ഞതിന്റെ അർത്ഥം പറയുമ്പോൾ എന്താ, ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സാണ്. ഞങ്ങളെല്ലാവരും റിവ്യൂ ചെയ്യുന്ന എല്ലാവരും ഫ്രണ്ട്സാണ്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അവരുടെ അഭിപ്രായത്തെ നമ്മൾ എതിർക്കുക അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല ഞങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടു കൂടി ഇരുന്നിട്ട് ഇന്ന സിനിമയെ കുറിച്ച് അങ്ങനെ പറയാം ഇങ്ങനെ പറയാം, ഈ സാധനമൊന്നുമില്ല. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു. അതിനിടയ്ക്ക് തന്നെ പലരും പറഞ്ഞത് പല അഭിപ്രായമാണ്. സിനിമ അവിടെ വേറെ പബ്ലിക് ആക്ച്വലി ഉണ്ട്. അവരെന്തായാലും പോയി കാണുകയും പിടിക്കുകയും മൗത്ത് പബ്ലിസിറ്റിയും എല്ലാം കൊണ്ടും അതിനൊക്കെ ഒരു തീരുമാനമായി. ഇപ്പൊ ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ എന്താണ്, ഷസാമിന് ഇഷ്ടപ്പെട്ടില്ല, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾക്ക് അയാളുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അശ്വൻ കോക്കിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സീക്രട്ട് ഏജന്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എബിൻ ബ്രോ റീലോഡ് മീഡിയ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമ്മുടെ ഇൻഷോട്ട് മല്ലു പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതുവരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വരും. സിനിമ അവിടെ കടന്നിട്ട് ഓടുന്നുണ്ട് കാര്യമായിട്ട്. ഭീഷ്മപർവം എന്താണ്, കോക്കിന് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പടം. ആ ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ല, റിവ്യൂ ഇട്ടപ്പോൾ കോക്കിന് നല്ല തെറിവിളിയാണ് കിട്ടിയത്. ആഞ്ഞ തെറിവിളി, എന്താ തെറിവിളി, ചീത്തവിളിയായിരുന്നു കമന്റ് ബോക്സ്. പടത്തിനെ ബാധിച്ചോ ഇല്ല. കാരണം എന്താണ്, വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് ഒബ്വിയസ്ലി പോയി കാണും. സിനിമ കണ്ടിട്ട് പോയിട്ട് സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ കാണുന്ന ആൾക്കാരുണ്ട്. സിനിമ കണ്ടിട്ട് റിവ്യൂ കണ്ടതിന് ശേഷം ആ റിവ്യൂ നമ്മൾ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ചിത്ത വിളിക്കും ആൾക്കാർ. ഇപ്പൊ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ എന്താ, കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ തന്നെ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ റിവ്യൂ ചെയ്ത ആൾക്കാർക്കും പലർക്കും ഇഷ്ടപ്പെട്ടു, പലർക്കും ഇഷ്ടപ്പെട്ടില്ല. കോക്ക് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സ് എന്താണ്, അയാൾക്ക് അനുകൂലമായോ? കോക്കിന് അനുകൂലമായിട്ടില്ല. കോക്കിന് തെറിവിളി ഒരു തൊന്തക്കി വിളിയായിരുന്നു. എത്ര 2-3% ആൾക്കാർ മാത്രമാണ് അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും അയാളെ ചീത്ത വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയിട്ട്. ബിക്കോസ് എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും അപ്രോച്ചും രീതികളും ചിന്തകളും പരിപാടികളൊക്കെ ഉണ്ട്. അത് ആ രീതിയിൽ മാത്രം എടുത്തിട്ട് അവരുടെ ജസ്റ്റ് ഒപ്പീനിയൻ ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിട്ട് അങ്ങ് വിടുക എന്നുള്ളതാണ് ഓഡിയൻസും ആക്ച്വലി ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഇത് ഈ പറഞ്ഞ റിവ്യൂ ചെയ്യുന്ന എല്ലാവരെയും ഭയങ്കരമായിട്ട് വിശ്വസിക്കേണ്ടയും കാര്യമില്ല. അവരുടെ അഭിപ്രായം നമുക്ക് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ തന്തയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല. കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നടക്കാൻ വേണ്ടി പറ്റൂ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടില്ല എന്ന് പറയണം എന്ന് പറയാൻ വേണ്ടി പറ്റൂ. പിന്നെ വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ചില സിനിമകൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് പറയും, നിങ്ങൾ ഞാൻ കണ്ട പടം തന്നെയല്ലേ കണ്ടത്, നിങ്ങൾ ഭയങ്കരമായിട്ട് തള്ളുന്നുണ്ടല്ലോ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, എനിക്ക് കൂറപ്പടമായിട്ടാണ് തോന്നിയത് എന്ന് പറയും. ആയിക്കോട്ടെ, അയാൾക്ക് കൂറപ്പടമായിട്ടാണ് തോന്നിയത് എന്നുണ്ടെങ്കിൽ അയാളുടെ ആ അഭിപ്രായത്തെ 100% നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണല്ലോ. പക്ഷേ ഞാൻ കണ്ട പടം തന്നെയല്ലേ നിങ്ങൾ കണ്ട പടം തന്നെയല്ലേ ഞാൻ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എതിർക്കാൻ വരുന്നൊരു മെന്റാലിറ്റി ഉണ്ടല്ലോ. അത് ഞാനും ചെയ്യാറില്ല, ഇവിടെ ആരും ചെയ്യാറില്ല. അത് ആരും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒരേ പടം തന്നെയാണ് കാണുന്നത്. പക്ഷെ വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത് അത് മനുഷ്യർ വ്യത്യസ്തരായതുകൊണ്ടാണ്. അത് അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പൊ ബ്രൊമാൻസ് എന്ന് പറയുന്നൊരു സിനിമ, അതിന്റെ പേരിലാണ് കുറെ ആൾക്കാർ ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ തിയേറ്ററിലേക്ക് ഓരോ സിനിമകൾ കാണാൻ വേണ്ടി പോകുമ്പോഴേ നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നൊരു ആംബിയൻസ് ഉണ്ട്. അതായത് നല്ല ക്രൗഡ്, പിള്ളേര് സെറ്റ്, ഒരു ജോളി മൂഡ്. പിന്നെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടും കംഫർട്ടബിൾ ഒക്കെ ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അതും ഈ ഓഡിയൻസിന്റെ ഒരു ചിൽ സാധനം എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആസ്വാദനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ റൊമാൻസ് ഒക്കെ ആണെങ്കിലും പുള്ളിയും കാണാൻ പോയപ്പോൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഷെയർ ചെയ്ത കാര്യമാണ് പറയുന്നത്. ഒരു ചിൽ മൂഡിൽ ഇരുന്നിട്ട് കണ്ടത് കൊണ്ട് അങ്ങേർക്ക് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇത് വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്, അല്ലാണ്ട് അറിയാത്ത കാര്യം ഇരുന്ന് ചിലക്കണ സ്വഭാവമില്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ചിൽ മൂഡിൽ ഇരുന്ന് ആ ഒരു ചിൽ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്നിട്ട് കണ്ടത് കൊണ്ട് അയാൾ ആസ്വദിച്ചു. പിന്നെ അയാളുടെ ആ സമയത്തുള്ള ഒരു മൂഡ് എന്ന് പറയുന്നത് വളരെ ജാളി ആയിട്ടുള്ള ഒരു മൂഡാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള മൂഡാണ്. അയാൾ എൻജോയ് ചെയ്തു, അയാളത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അയാൾ പെയ്ഡ് റിവ്യൂ ആണ് എന്നുള്ള രീതിയിൽ അങ്ങ് പറയാൻ വേണ്ടി തുടങ്ങി. എന്ത് ലോജിക് ഉണ്ട് അതിൻ്റെ അകത്ത്? എന്തെങ്കിലും കൃത്യമായിട്ട് ബോധ്യം ഉണ്ടായിട്ടെന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്ത് ഉറപ്പുണ്ട് അയാൾ പൈസ വാങ്ങി എന്നുള്ളത്? ഒരാൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ?
ഇപ്പൊ ഭൂരിഭാഗവും വരുന്ന ആൾക്കാർക്ക് പടം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ ഭൂരിഭാഗത്തിന്റെ അപ്പം തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുവോ? ഒബ്വിയസ്ലി മൈനോറിറ്റിയും ഉണ്ടാവും അവിടെ, ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത മൈനോറിറ്റി പീപ്പിളും അവിടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെയൊക്കെയല്ലേ പോണ്ടത്, അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കേണ്ടത്. മലയാളി പോയല്ലേ മലയാളിയും മറ്റേ ഇതൊക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ബിഹേവിയറിൽ ആ വക പരിപാടികളൊക്കെ കാണിക്കണ്ടേ? പിന്നെ കമന്റ് ബോക്സിലും കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു, അടിയില് കമന്റ് ബോക്സിൽ ഒരാൾ വന്നിട്ട് അയാളുടെ അഭിപ്രായവും പറഞ്ഞു. അയാളൊരു അഭിപ്രായം പറഞ്ഞ അയാൾക്ക് ഓപ്പോസിറ്റ് ഒരു അഭിപ്രായം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അയാളെ ചീത്തയും വിളിച്ചു നിങ്ങളുടെ അഭിപ്രായം തെറ്റാണ്, ഞങ്ങളുടെ അഭിപ്രായമാണ് ശരി എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് എന്തു തരത്തിലുള്ള സ്വഭാവം? അങ്ങനെയും കുറെ ആളുകൾ ആക്ച്വലി ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് കൊള്ളും. നമ്മളെ ചീത്തയും തെറിയും വിളിക്കാൻ വേണ്ടിയിട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് തെറിയും ചീത്തയും വിളിക്കാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ കാര്യത്തെ ഗണ്ണിക്കാൻ പറ്റുകയാണെങ്കിൽ ഗണ്ണിക്ക്. വീണ്ടും പറയണം, ഒറ്റ വാക്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇത് അഭിപ്രായം എന്ന് പറയുന്നതിനെക്കാട്ടിലുപരി എല്ലാവരും മനുഷ്യരാണ്, വ്യത്യസ്തരാണ്. ചിന്തകള്, ഓരോരുത്തർ ഓരോന്നിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഓരോരുത്തരുടെ ടേസ്റ്റ്, ഓരോരുത്തരുടെ ആ പർട്ടിക്കുലർ സമയത്തെ സാഹചര്യം, ഇതിനെയെല്ലാം കണക്കിലെടുത്തിട്ടായിരിക്കും ഒരു പടത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരാളുടെ മനസ്സിൻ്റെ അകത്തേക്ക് വരിക. ഒരു ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി പോയി, നമ്മുടെ മുമ്പിൽ നല്ല ചോറ്, ഉപ്പേരി, പപ്പടം, വലിയൊരു മീന് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. നമ്മളൊരു ഉരുള വായിലിട്ടു, നല്ല ടേസ്റ്റ്, ആഹാ. പക്ഷേ നമ്മുടെ മൂഡ് പോക്കാണ്, അല്ലെങ്കിൽ നമ്മൾ അത്ര ഓക്കെ അല്ലാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കും. അപ്പൊ നിങ്ങളുടെ മൂഡ് ഓക്കെ ആയേ പറ്റൂ എന്ന് നമുക്ക് നിർബന്ധിക്കാൻ വേണ്ടി പറ്റില്ല. ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലാണ് ഓരോ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ പോവാവൂ, ഇങ്ങനെ പോവരുത് എന്നുള്ളതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ പോകുന്നവന്റെ സ്വാതന്ത്ര്യമാണ്. പടം ഇറക്കുന്നതും ചെയ്യുന്നതും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അത് എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. മഹാവീര്യർ എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, ഭയങ്കരമായിട്ട് വർക്കായി. എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ടാണ് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. രസമായിരുന്നു. ആ സിനിമ കോക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. ആ സിനിമയുടെ വെർഡിക്റ്റ് എന്തായി പറയുമ്പോ അത് എന്താണ്, പടത്തില് കുറെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് പറ്റിയില്ല ആ പടം. പക്ഷെ ഭയങ്കര അഭിപ്രായമൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം സിനിമയ്ക്ക് ഉണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. അങ്ങനെ മറ്റേ എന്താണ് ആസിഫ് അലിയുടെ ഒരു പടം ഉണ്ടല്ലോ, ലോക്കൽ ട്രെയിനാ, അങ്ങനെ എന്തോ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു രാവല പോളൊക്കെ ആയിട്ട് ഒരു പടം. ആ പടം ഗംഭീര സാധന, ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര ആസിഫ് അലിയുടെ പടമായിരുന്നു അത്. അതും ഇവിടെ റിവ്യൂ ചെയ്യുന്ന എല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഗംഭീരമാണെന്ന്. എന്താ സംഭവിച്ചത്? ഈ പറഞ്ഞ റിവ്യൂസിനെയൊക്കെ കണ്ട് തീരുമാനം എടുക്കുന്ന ആൾക്കാരെ ഒന്നും തിയേറ്ററിലേക്ക് കണ്ടില്ല. എന്തുകൊണ്ടാണ് കാണാനിരുന്നത്? ബിക്കോസ് അത് വേറൊരു തരത്തിൽ അത് വർക്കാവുന്നുണ്ട് സംഗതി. അഭിപ്രായം, അതായത് റിവ്യൂസ് പറയുന്ന അഭിപ്രായം എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ആ ഒരു പടത്തിന്റെ ഒരു ജോണറ്, രീതികള്, പരിപാടികളൊക്കെ ആൾക്കാർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ അത് തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ളൊരു തോന്നല് ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം വലിയ സക്സസ് ആയില്ല പടം. ബട്ട് ഗംഭീര പടമായിരുന്നു. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്നാ പിന്നെ ആ പോസിറ്റീവ് വന്ന സാധനം എന്ത് തിയേറ്ററിലേക്ക് അതൊരു ഗുണമായിട്ട് മാറുന്നില്ല? അപ്പൊ കംപ്ലീറ്റ്ലി എന്താ പറയാ, ഓക്കെ ഇപ്പൊ റിവ്യൂസ് കണ്ട ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ 100% സമ്മതിക്കാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വലിയ വിഭാഗം ആൾക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. എല്ലാവരും ഇത് കണ്ടിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണെന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. അത്രേ പറയുന്നുള്ളൂ. എന്റെ പരിചയത്തിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഇപ്പൊ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പോ നമുക്ക് തന്നെ അറിയുന്ന സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവര് റിവ്യൂ പുണ്ണാക്കൊന്നും നോക്കിയിട്ട് പോകുന്ന ആൾക്കാരൊന്നുമല്ല. സിനിമയോട് ഇഷ്ടമുള്ളത് കൊണ്ടും തിയേറ്ററിൽ പോയിട്ട് പ്രസന്റ് ആവാനുള്ള താല്പര്യം കൊണ്ടും
ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ രണ്ടാം ദിവസം തന്നെ എന്ത് തേങ്ങയാണെങ്കിലും പടം കാണാൻ വേണ്ടി പോകുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ട്. നമ്മൾ സ്ഥിരം അവിടെ തന്നെ ആയതുകൊണ്ട് അറിയുന്നുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അപ്പോ ഇത്രേ പറയുന്നത്, ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല. ഈ പൈസ വാങ്ങിയ റിവ്യൂ ഞാൻ കാര്യം പറയട്ടെ. പ്രൂവ് ചെയ്യ്. കാര്യം കഴിഞ്ഞില്ലേ അതവിടെ പറയണം. പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അയാൾ പണി നിർത്തും. പിന്നെ നിങ്ങൾ ഈ ഫിലിം ഇൻഡസ്ട്രീനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവിടെ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സർവൈവൽ ഉണ്ടോ? കൂടിപ്പോയ 3 മാസം അല്ലെങ്കിൽ 6 മാസം. അതിനുള്ളില് ഈ പൈസ വാങ്ങിയവൻ പെടില്ലേ? ആരെങ്കിലും ചാമ്പില്ലേ? എങ്ങനെയെങ്കിലൊക്കെ അറിയൂലേ? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിക്കകത്ത് സ്ഥിരമായ ശത്രുക്കളും ഇല്ല, സ്ഥിരമായ മിത്രങ്ങളും ഇല്ല. പൈസ വാങ്ങുമ്പോൾ ചിലപ്പോ സൗഹൃദത്തോടെ ആയിരിക്കും വാങ്ങുന്നത്, പക്ഷെ പിന്നെ ഒരു സാഹചര്യത്തിൽ തെറ്റും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ വരും. അപ്പൊ അത് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പുള്ളിനെ എതിർക്കും. പുള്ളിനെ നല്ല ആരാണെങ്കിലും പൈസ വാങ്ങി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പ്രൂഫ് സഹിതം വന്നാൽ എതിർത്തിരിക്കും. പക്ഷെ ഇത് എത്ര നാളായി വന്നിട്ട് ഇത് ഇങ്ങനെ തെളിവുണ്ടാക്കാൻ പറ്റുന്നില്ലേ? എന്താ ബുദ്ധിമുട്ട്? ഒരാളെങ്ങനെ ചെയ്തിട്ടുണ്ട്, പൈസ ഒരാൾ കൊടുത്തു അല്ലെങ്കിൽ വാങ്ങി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദിച്ചു എന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൂഫിന് പറഞ്ഞുണ്ടോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്ന, തെളിയിക്കുക. That's it.